മെഗാസ്റ്റാർ മമ്മൂട്ടി പങ്കെടുത്ത കൊച്ചിയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രഖ്യാപനം നടത്തുന്നു. കൊച്ചിയെ ദക്ഷിണേന്ത്യയുടെയും കേരളത്തിന്റെയും ഫിലിം ഹബ്ബാക്കി മാറ്റുമെന്നാണ് സതീശൻ അന്ന് പറഞ്ഞത്. സാധാരണ ചലച്ചിത്ര പ്രവർത്തകരെ കാണുമ്പോൾ ഭരണാധികാരികൾ മുന്നോട്ട് വയ്ക്കുന്ന വെറും വാഗ്ദാനങ്ങളായി മാത്രം അതിനെ കാണുന്നവരുണ്ട്. എന്നാൽ വെറും വാക്ക് പറയുന്നവനല്ല താനെന്ന് തെളിയിക്കുകയാണ് ബജറ്റിലൂടെ വി.ഡി. സതീശൻ. യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ തന്നെ കൊച്ചിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഫിലിം സിറ്റി സ്ഥാപിക്കാൻ 100 കോടി രൂപ വകയിരുത്തുകയാണ് വി.ഡി. സതീശൻ. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയേലിന്റെ സ്മരണാർത്ഥം ജെ.സി. ഡാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി അഥവാ ചിത്രനഗരം പദ്ധതി എന്ന പേരിലാണ് കൊച്ചിയിൽ ഇത് യാഥാർത്ഥ്യമാകുന്നത്. കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണ ചടങ്ങിലാണ് നേരത്തെ മുഖ്യമന്ത്രി ഈ ദീർഘവീക്ഷണം പങ്കുവച്ചത്. ആഴ്ച 3 പിന്നിട്ടപ്പോഴേ പദ്ധതി ബജറ്റിലൂടെ തുടങ്ങി വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളുടെ മാതൃകയിൽ എറണാകുളത്തെ മലയാള സിനിമയുടെ ആസ്ഥാന ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സമഗ്ര മാസ്റ്റർ പ്ലാൻ 6 മാസത്തിനകം തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മലയാള ചലച്ചിത്ര ലോകത്തിന്റെ സർഗാത്മക മികവ് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ സാങ്കേതിക സൗകര്യങ്ങളുടെയും വലിയ പ്രൊഡക്ഷൻ സ്റ്റുഡിയോകളുടെയും അഭാവം മൂലം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി മലയാള സിനിമയ്ക്ക് ഇപ്പോഴും ചെന്നൈ, ഹൈദരാബാദ് നഗരങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച കൊച്ചി ഫിലിം ഹബ്ബ് പദ്ധതിയും 100 കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തലും എന്ന് കാണാം. കൊച്ചി നഗരത്തെ ഒരു ട്വിൻ സിറ്റി മാതൃകയിൽ വികസിപ്പിക്കാനും അതിന്റെ ഭാഗമായി സിനിമ, വിനോദസഞ്ചാര മേഖലകൾക്ക് പുത്തൻ ഉണർവ് നൽകാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തോ അല്ലെങ്കിൽ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങളിലോ ആണ് ഫിലിം സിറ്റിക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ പ്രൊജക്ടുകളെയും മറ്റ് ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായങ്ങളെയും ആകർഷിക്കാൻ തക്കവണ്ണം അന്താരാഷ്ട്ര നിലവാരത്തിലായിരിക്കും ഇത് രൂപകൽപ്പന ചെയ്യുക. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ നടൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി തന്റെ ഈ നഗര വികസന നയം വ്യക്തമാക്കിയത്. നമുക്കറിയാം, മമ്മൂട്ടി ഒരു ഇടതുപക്ഷ സഹയാത്രികരാണ്. ഇടതുപക്ഷം ഭരിച്ച 10 വർഷവും ചലച്ചിത്ര മേഖലയ്ക്കായി ഒന്നും ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അധികാരത്തിലെത്തി മാസം 1 തികയുമ്പോൾ തന്നെ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് കൈ നിറയെ വാരിക്കോരി നൽകുന്നുണ്ട് വി.ഡി. സതീശൻ. ആ പ്രഖ്യാപനം കണ്ടുനോക്കാം. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, എം.ടി. വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് ലോകം ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ സ്വാധീന വലയത്തിലായതോടെ നമ്മുടെ സാംസ്കാരിക തനിമ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൻ്റെ തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി യശസ്വീനായ എം.ടി. വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. ഇവിടെ കഥകളി, കൂത്ത്, തുള്ളൽ, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, മർഗംകളി, അയിനിപ്പാട്ട്, ഗോത്രകലാരൂപങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. ജെൻസി കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിന്